10,000 കിട്ടുമായിരിക്കും, 12,000 കിട്ടുമായിരിക്കും, അല്ലെ 15,000 കിട്ടുമായിരിക്കും, 20,000, അല്ലെ ഇതൊക്കെ അല്ലേ യശോണോ? അതല്ല 5 ലക്ഷം 10 ലക്ഷം സാലറി കിട്ടുമോ? ഈ 10,000-നും 12,000-ത്തിനാണ് കിട്ടിയ ജോലി എന്ന് വിചാരിക്കുക. മാസത്തില് 30 ദിവസവും ജോലിക്ക് പോണം. മാസം 10,000 12,000 അതിന് വേണ്ട 15,000 കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ആഴ്ചയിൽ 2,10,000 രൂപ അടുത്ത 3, 4, 5 വർഷം കഴിഞ്ഞാൽ കിട്ടുമെന്ന് 100% ഉറപ്പുള്ള ഈ അവസരത്തിൽ നിങ്ങൾ എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്? ഞാൻ ആഴ്ചയിലെ കാര്യം പറഞ്ഞു. ഇനി ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറയാം. ആഴ്ചയിൽ 2,10,000 ആണെങ്കിൽ ഇൻറ്റു 4 മാസത്തിൽ 8,40,000 രൂപ ഒരു മാസം കിട്ടുമെന്ന് ഉറപ്പുള്ള ഈ അവസരത്തിൽ നിങ്ങൾ എത്ര സമയമാണ് മാറ്റിവെക്കുന്നത്? പറ. നിങ്ങൾ തന്നെ ഒന്ന് പുകഴ്ത്തി പറ. ഞങ്ങളൊന്നും പോണില്ല സാറേ, സംഭവത്തെ സൂപ്പറാ, എനിക്ക് സമയം അല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ അവസരത്തിന്? വല്ല പണച്ചെലവുണ്ടോ ഈ അവസരത്തിന്? വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമുണ്ടോ ഈ അവസരത്തിന്? ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ 10,000-ന്റെ ജോലിയാണെങ്കിൽ മര്യാദയ്ക്ക് പോകുമായിരുന്നു. 12,000-ന്റെ ജോലിയാണെങ്കിൽ ഞാൻ മുടങ്ങാതെ പോകുമായിരുന്നു. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ മാസം 8,40,000 കിട്ടും. ആൾക്കാർക്ക് വേണ്ട. ഇതല്ലേ പ്രശ്നം? ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മാസത്തിൽ 8,40,000 രൂപ ഈ ഹോളിലുള്ള നിങ്ങൾക്ക് കിട്ടാൻ ഏക തടസ്സക്കാരൻ നിങ്ങളാണ്. ലോകത്ത് സാമ്പത്തികമായി ആരെങ്കിലും ഇന്നുവരെ ഒരു ജോലിയിലൂടെ കോടീശ്വരനായിട്ടോ? ലോകത്ത് ആരെങ്കിലും? ലോകത്ത് കോടീശ്വരന്മാരായ മുഴുവൻ ആളുകളും കോടീശ്വരന്മാരായത് ബിസിനസ്സിലൂടെയാണ്. ശരിയാണോ? ഇത് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മനോഹരമായ അവസരം കിട്ടിയാൽ നിങ്ങൾ അത് സ്വീകരിക്കണ്ടേ? സ്വീകരിക്കണം വേണ്ടേ? ഇവിടെ നമ്മുടെ പ്രശ്നം എന്താ അറിയോ? കൊല്ലം ജില്ലയില് കൊല്ലം നഗരത്തിൽ പോയി KSRTC കയറിയിരിക്കും. ഇപ്പൊ അതിന് കാശ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ആഗ്രഹം എവിടേക്കാണല്ലോ? അമേരിക്കക്ക് പോകണം. എവിടേക്ക് പോകണം? കയറിയത് മറ്റേ ഫാസ്റ്റ് കയറിയ കാശ് കൊടുക്കും. അപ്പൊ ഓർഡിനറിയില്ല. ഓർഡിനറി ആകുമ്പോ ഫ്രീ. ഓർഡിനറിയിൽ കയറിയ നമ്മൾ ആഗ്രഹിക്കുന്ന അമേരിക്കക്ക് പോകാൻ പറ്റുമോ? അതുപോലെ നമ്മൾ ഓരോരുത്തരും ജോലിക്ക് പോണേ. ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ, നിങ്ങളുടെ നിലവിലുള്ള വരുമാനം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും കടമകളും പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഉറപ്പല്ലേ? കഴിയുന്ന ഉറപ്പല്ലേ? നിങ്ങൾ ആലോചിച്ചേക്ക്, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങൾ നമുക്കുണ്ട്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പൂർത്തീകരിക്കേണ്ട ആവശ്യങ്ങൾ ചെറുതാണോ വലുതാണോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയ അവസരം ചെറുതാണോ വലുതാണോ? വലുതാണ്. ഈ അവസരത്തിലൂടെ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നടത്താൻ ഈ മൈ ലൈഫ് സ്റ്റൈൽ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ള ഏക വഴി എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരാൻ ഏക വഴി മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് മാത്രമാണ്. ഇത് നമുക്ക് തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞാലോ? ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത് തിരിച്ചറിഞ്ഞാലാണ് ശരിക്കും പണിയാവുക. ഇത് ഞാൻ തിരിച്ചറിഞ്ഞു. എങ്ങനെ? എന്റെ ജീവിതത്തിൽ ഒരു ദൈവദൂതനെ പോലെ മിസ്റ്റർ വി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം 3 വയസ്സ് ടീം കോർഡിനേറ്ററാണ്. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, മോനെ, ഈ വഴിക്ക് ഇൻഷുറൻസിന്റെ മാനേജറായി പോയാൽ നീ തെണ്ടിപ്പോവും. ഞാൻ പറയുന്നത് കേട്ട് 10 വർഷം നീ ഇങ്ങോട്ട് നടന്നാൽ നിനക്ക് കോടീശ്വരനാവാം. നിങ്ങൾക്ക് ആരോടെങ്കിലും പറയാൻ പോകണമെങ്കിൽ ഇതിനൊരു സിസ്റ്റം, ഇതിനകത്തൊരു പ്രൊസീജിയറും അനുസരിച്ച് അത്രയും പറയുന്നത് പോലെ പോയാൽ നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയാൽ നിങ്ങൾ പരാജയപ്പെടും.
ഇത് അപ്പളേ പറയുന്ന പോലെ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളെ വിജയിപ്പിക്കുക എന്നത് നിങ്ങളുടെ സ്പോൺസർമാരുടെ ഉത്തരവാദിത്വവും കടമയുമാണ്. അവർ നിങ്ങൾ വിജയിപ്പിക്കും, ഒരു ഡൗട്ടും വേണ്ട, ഒരു ഡൗട്ടും വേണ്ട, അത് നിങ്ങൾ വിജയിപ്പിക്കും. അവര് വിജയിപ്പിക്കാൻ വരുമ്പോ നമ്മൾ എങ്ങനെ നിൽക്കണം? എങ്ങനെ നിൽക്കണം? രണ്ട് കാര്യത്തിൽ നിങ്ങളൊരു ഉറപ്പിരിക്കുമ്പോ തരണം. ഹലോ, രണ്ട് കാര്യത്തിൽ 8,40,000 രൂപ മാസം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യത്തിൽ ഇപ്പോ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണം. ബുദ്ധിമുട്ടുള്ള കാര്യമാണോ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണോ ഞാൻ ചോദിച്ചതിന് പ്രധാനം പറയട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കാശുകളെ ചോദിച്ചു അങ്ങോട്ട് സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ കമ്പനിയുമായി സഹകരിക്കാൻ തയ്യാറാണോ? ഈ കമ്പനിയുമായി സഹകരിക്കാൻ തയ്യാറാണോ? രണ്ട്, നിങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നിങ്ങളുടെ ലീഡേഴ്സിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ തയ്യാറാണോ? ഈ രണ്ട് കാര്യത്തിലും യെസ് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഞാൻ നിങ്ങളോട് അടിയുറച്ച് പറയുന്നു, നിങ്ങൾ 2, 3, 4 വർഷം കഴിയുമ്പോ 2,10,000 രൂപ വാങ്ങിക്കുന്ന നിരന്തരമായി വിജയിക്കുന്ന ലീഡേഴ്സായി മാറും. ഈ രണ്ട് കാര്യം. ആദ്യത്തെ കാര്യം എന്താ പറഞ്ഞത്? എന്ത് സഹകരണ? മീറ്റിംഗ് വരുന്ന സഹകരണം വരുമോ? എല്ലാവരും വരാറുണ്ടോ? എല്ലാ പ്രോഗ്രാമും നിങ്ങൾ മുടങ്ങാതാക്കില്ല. ഇവിടെ നിങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഇന്നലെ വരെ സാധിക്കാത്ത, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിജയങ്ങളിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. രണ്ട് ഉദാഹരണം പറഞ്ഞു നിർത്താം. ഞാൻ ഈ കമ്പനി ആരംഭിക്കുന്ന കാലത്ത് എന്നോട് എന്റെ സാറ് കുറെ കാര്യങ്ങൾ ചോദിച്ചു. വീട് 30 ലക്ഷം രൂപ, കാറ് 12 ലക്ഷം രൂപ. അങ്ങനെയൊക്കെ ഞാൻ എഴുതുമ്പോ എനിക്ക് വല്ലാണ്ട് പേടിയായിരുന്നു. അന്ന് കാറൊന്നുമില്ല, ബൈക്കാണ്. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്, ഞാൻ 35 കോടി ബിസിനസ് വോളിയം മാച്ച് ചെയ്യുമ്പോ ഈ കമ്പനിയുടെ 10ാമത്തെ വർഷം വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു? 35 കോടി ബിസിനസ് വോളിയം മാച്ച് ചെയ്തു. 35 കോടി ബിസിനസ് വോളിയത്തിന്റെ 12% എന്ന് പറഞ്ഞാൽ എത്രയാ? 35 കോടിയുടെ 12% എത്രയാ? എനിക്കാണല്ലോ കിട്ടിയത്, താറ് അല്ലേ? 35 കോടിയുടെ 12% എന്ന് പറയുന്നത് 4,20,00,000 രൂപ. പക്ഷെ ഞാൻ ഇന്ന് 35 കോടി മാച്ച് ചെയ്തിട്ടാണോ നിൽക്കണേ? ഒന്നും കൂടെ നിങ്ങളെ ആവേശപൂർവ്വം കൈയടിക്കാൻ അവസരം തരാം. 56 കോടി മാച്ച് ചെയ്തിട്ടാണ് ഞാൻ സമയം പോലെ എഴുതുന്നുണ്ട്. എപ്പോഴത്തോട്ട് പൂജ്യട്ടാ, ചിലപ്പോൾ ട്രാൻസ്പോർട്ട് ചാർജ് എഴുതുന്നു. അത്രയധികം വിജയം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്. ഈ ബിസിനസ്സിലൂടെ വന്നതിന് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം ജയശങ്കറും സതീഷും അതുപോലെ ഒരുപാട് നമ്മുടെ ലീഡേഴ്സോടെ ഉണ്ട്, എന്റെ ക്ലോസ് ആയിട്ട് തന്നെ അറിയുന്നവർ, അന്നോട്ട് അറിയുന്നവർ. ഞാൻ ഇവരെ കാണുമ്പോ ഒരു ഫിഗോ, എന്താ പറയാ, ഫിഗോ കമ്പനി എന്താ പറയാ, ഫോർഡിന്റെ ഫിഗോ. അത് കഴിഞ്ഞ് 2 വർഷം കഴിക്കും 18 വന്നപ്പോ ഒരു 16-17 ലക്ഷം രൂപ ക്രെറ്റ കാർ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 20 വന്നപ്പോ 33 ലക്ഷം രൂപയുടെ ഇന്നോവ ക്രിസ്റ്റ കാർ. കഴിഞ്ഞ വർഷം വന്ന് 64 ലക്ഷം രൂപയുടെ ഫോർച്യൂണർ ഓട്ടോമാറ്റിക് കാറാണ് ഞാൻ ഇപ്പൊ വന്നത്. കാറൊക്കെ എടുക്കുന്നുണ്ട്, ഡബിൾ എയ്റ്റ്. ആ നമ്പർ ഞാൻ വാങ്ങിച്ചത് 1,65,000 കൊടുത്തിട്ടാണ്. ആ നമ്പർ ഞാൻ പറയുന്നത്, ഈ രീതിയിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. നമ്മൾക്ക് എന്തെല്ലാം ആഗ്രഹമുണ്ടോ അതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ഒരു കഥ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. എന്താണ് കഥ? ഒരു കാട്ടിൽ പുലിയും കഴുതയും തമ്മിൽ തർക്കം. എന്താ ഒരു തർക്കം? ഒരു വലിയ പച്ച പുൽമേട് കണ്ട് കഴുത പറയണത് ചോപ്പാന്ന്. പച്ച പുൽമേടാണ്. അത് കണ്ട് കഴുത പറയാൻ എന്താണ്? അത് ചോപ്പാണ്. പുലി പറഞ്ഞ കഴുത അത് പച്ചയാണ്. രണ്ടുപേരും പൊരിഞ്ഞ തർക്കം. തർക്കിച്ച് മൊത്തം കാട്ടിൽ ആളുകൾ വന്നു നിൽക്കുക. തർക്കം തീരില്ല, കഴുത്ത വിട്ടുകൊടുക്കില്ല, പുലി വിട്ടുകൊടുക്കില്ല. അങ്ങനെ കാട്ടിലെ രാജാവ്, സിംഹരാജാവ് വന്നിട്ട് എന്ത് ചെയ്തു? വിഷയത്തിൽ ഇടപെട്ടു. ചോദിച്ചെന്താ നിങ്ങളുടെ തർക്കം ചോദിച്ചു. അപ്പൊ കഴുത പറഞ്ഞത്, ആ കാണുന്നത് ചുമപ്പ പുൽമേടാണ്.
അപ്പൊ പുലിയോട് എന്റെ പ്രശ്നം എന്താ? അത് പച്ചയാണ്. ശരി, ഞാൻ പരിഹരിക്കാം. വിധി പറയാണ് അവര്, വിധി പറയാണ്. സിംഹരാജാവ് വിധി പറയാണ്. എന്താ വിധി പറഞ്ഞാലോ? ഈ വിധി നമ്മളൊന്ന് പഠിക്കണം. എന്താ വിധി പറഞ്ഞാലോ? ഈ പച്ച പുൽമേടിനെ അല്ലെ, ആ പുൽമേടിനെ ചുവപ്പാണെന്ന് വാദിച്ച കഴുതയും ഇത് പച്ചയാണെന്ന് വാദിച്ച പുലിയും, രണ്ടാളുടെ വാദവും ഞാൻ കേട്ടു. ഞാൻ ശിക്ഷിക്കുന്നു. പുലിയെ 12 വർഷത്തേക്ക് ഞാൻ ശിക്ഷിക്കുന്നു. ആരെ ശിക്ഷിച്ച്? എന്താ കാരണം? എന്താ കാരണം? പുലി ആകെ ബോധം കെട്ടു വീണു. എന്ത്? ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് ആർക്കറിയാം, പക്ഷെ ശിക്ഷിച്ചതാരെയാണ്? അങ്ങനെ പുലി ശിക്ഷയെല്ലാം ഏറ്റുവാങ്ങി അവസാനമായിട്ട് നിങ്ങൾ പറയാണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഇല്ലേ? അങ്ങനെ അവസാനമായിട്ട് നിങ്ങൾ പറയാണ്ടോ ചോദിച്ചു പോറൂടാ, ഞാൻ നിന്നെ ശിക്ഷിച്ചത് അത് ചുവപ്പായതുകൊണ്ടല്ല, അത് പച്ച തന്നെയാണ്. പക്ഷെ കഴുതകളോട് തർക്കിക്കാൻ പോയതിനാണ് ഞാൻ നിന്നെ ഞാൻ നിന്നെ ശിക്ഷിച്ചത് അത് പച്ചയായതുകൊണ്ടോ അത് ചുമലയായതുകൊണ്ടല്ല. കഴുതകളോട് തർക്കിക്കാൻ പോയാൽ നിങ്ങളും സമൂഹത്തിൽ പരാജയപ്പെടുമെന്ന ഒരു വ്യക്തമായ ബോധാർക്ക് വേണം. വയലെപ്പ് പൊട്ടയാണ്, ശരി പൊട്ടയാണ് കഴുതയും പറയുന്നത്. നിങ്ങൾ വാദിക്കാനുള്ള കമ്പനിയൊക്കെ നിങ്ങളുടെ പറഞ്ഞേക്ക്. കഴുതകളോട് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മള് കഴുതകളോട് തർക്കിക്കാൻ പാടുമോ? ഈ കമ്പനി ഇത്രയും ഇന്ത്യയിലെ സത്യസന്ധമായി ജനങ്ങളെ മുഴുവൻ വലിയ ആരോഗ്യത്തിലേക്കും ജനങ്ങളെ മുഴുവൻ വലിയ സമ്പത്തിലേക്കും എത്തിക്കുന്ന ഇന്ത്യയിലെ 1-ാം നമ്പർ കമ്പനിയില് അടുത്ത വരാൻ പോകുന്ന 6